നമസ്കാരം. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഉത്സവ ആഘോഷത്തിന്റെ പ്രതീതിയിലാണ്. ജനുവരി 22-നാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ സ്ക്രീനിൽ ചടങ്ങ് തത്സമയം കാണിക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച് ഓഹരി വിപണികൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപനവുമായി RBI എത്തി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തിങ്കളാഴ്ച പൂർണ്ണ അവധിയായിരിക്കും. പകരം ഇന്ന് ഓഹരി വിപണികൾ പ്രവർത്തിക്കുന്നുണ്ട്. മണി മാർക്കറ്റ്, വിദേശ വിനിമയം, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെറ്റിൽമെന്റ് എന്നീ ഇടപാടുകൾക്കെല്ലാം 22-ന് അവധിയാണ്. ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് എന്നിവയ്ക്കും 22-ന് സമ്പൂർണ്ണ അവധിയായിരിക്കും. അതേസമയം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോട് അനുബന്ധിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ പൊതു അവധി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലും സർക്കാർ സ്ഥാപനങ്ങളടക്കം ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. BJP ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങളാണ് ഇതിനോടകം ജനുവരി 22-ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇതിനോടകം ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിലയൻസ് കമ്പനിയും അവരുടെ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യം മുഴുവൻ ആഘോഷമാക്കി മാറ്റുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. എല്ലാവരും ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ അന്നേ ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം എന്ന ആഹ്വാനം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. രാമഭക്തരുടെ സ്വപ്നമായ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ നിങ്ങളിൽ ആരൊക്കെ ആ ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തും? സാധിക്കുമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.